ഹരി ഓം. ദശകം 66, ശ്ലോകം 4. താസാം രുദിതൈർലഭിതൈഃ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിസമം പ്രവൃത്തോ യമുനാപുളിനേഷു കാമമഭിരന്തും. താസാം രുദിതൈഃ ലഭിതൈഃ താസാം രുദിതൈർലഭിതൈഃ കരുണാ ആകുല മാനസഃ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിഃ സമം താഭിസ്സമം പ്രവൃത്തഃ പ്രവൃത്തോ താഭിസമം പ്രവൃത്തോ യമുനാപുളിനേഷു കാമമഭിരന്തും. താസാം രുദിതൈർലഭിതൈഃ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിസമം പ്രവൃത്തോ യമുനാപുളിനേഷു കാമമഭിരന്തും. ശ്ലോകം 4 അന്വയവും അർത്ഥവും. ഹേ മുരാരേ ത്വം താസാം രുദിതൈഃ ലഭിതൈഃ കരുണാകുലമാനസഃ താഭിഃ സമം യമുനാപുളിനേഷു കാമമഭിരന്തും പ്രവൃത്തഃ. ഹേ മുരാരേ, അല്ലയോ മുരാരിയായ ഭഗവൻ, ത്വം താസാം രുദിതൈഃ ലഭിതൈഃ, അവിടുന്ന് ആ ഗോപികളുടെ ആ കരച്ചിലും ആവലാതിയും ഒക്കെ കേട്ടിട്ട് കരുണാകുലമാനസഃ താഭിഃ സമം, മനസ്സലിഞ്ഞിട്ട് അവരോടുകൂടി, കരുണാകുലമാനസഃ താഭിഃ സമം, മനസ്സലിഞ്ഞിട്ട് അവരോടുകൂടി യമുനാപുളിനേഷു കാമം അഭിരന്തും പ്രവൃത്തഃ, ആ കാളിന്തി നദിയുടെ തീരത്തിലുള്ള മണത്തട്ടിൽ ഇഷ്ടം പോലെ ക്രീഡിക്കുവാൻ ആരംഭിച്ചു. അല്ലയോ മുരാരേ, ഗോപസുന്ദരിമാരുടെ പ്രണയപ്രാർത്ഥനകളും കരച്ചിലും ഒക്കെ കേട്ടിട്ട് ആർദ്രചിത്തനായി ഭവിച്ച നിന്തിരുവടി അവരോടുകൂടി യമുനാ പുളിനങ്ങളിൽ അവരുടെ ഓരോരുത്തരുടെയും ഇച്ഛയ്ക്ക് അനുഗുണമായി ക്രീഡിക്കുവാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തിക്ക് അനുഗുണമായ രൂപവും എത്ര ഗോപികളുണ്ടോ അത്രയും മൂർത്തികളും കൈക്കൊണ്ടിട്ടാണ് ഭഗവാൻ തൻ്റെ ക്രീഡാവിശേഷങ്ങൾ ആരംഭിച്ചത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഓരോ ഗോപികയ്ക്കും തന്നോടുകൂടി ക്രീഡിക്കുന്ന ആ കൃഷ്ണമൂർത്തിയെ അല്ലാതെ മറ്റൊന്നിനെയും തന്നെ കാണാൻ സാധിക്കാത്തത്. അതാണ് ഓരോ ഗോപികയ്ക്കും തന്നോടുകൂടിയാണ് കൃഷ്ണൻ ക്രീഡിക്കുന്നത് എന്ന് തോന്നിച്ചു. താസാം രുദിതൈർലഭിതൈഃ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിസമം പ്രവൃത്തോ യമുനാപുളിനേഷു കാമമഭിരന്തും.